ഞാനാണ് ഇന്നാണോ പറയേണ്ടത്? അല്ല, ഞാനത് ശിവൻകുട്ടിയോട് വിളിച്ചിട്ട് മുഖ്യമന്ത്രിയോട് വിളിച്ചിട്ട് ഞാൻ തീരുമാനിച്ചോളാം. എന്നിട്ട് നിങ്ങളോട് പറയാം പോരെ. ഞാൻ ആ വിവാദത്തിൽ പോകാൻ എനിക്കൊരു താല്പര്യമില്ല. അവർ പറയട്ടെ. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. പിന്നെ എൻ്റെ എതിരാളിയായ ഏറെ മുതിർന്ന നേതാവ് ശിവൻകുട്ടിയോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്നെ ഒപ്പം സംവാദം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട്, അത് നല്ലതാണ്, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. എന്തുകൊണ്ട് ഒരു രാജീവ് എന്ന ബ്രാഞ്ച് സെക്രട്ടറിയെ മത്സരിപ്പിക്കുന്നു അതും പറയണം, അത് സംവാദത്തിന് മുമ്പ് പറയണം. പിന്നെ എന്തിനാണ് ലേബർ മിനിസ്ട്രിയിൽ നിന്ന് ഓരോരോ ആൾക്കാരെ ഇലക്ഷൻ കമ്മീഷനിൽ കയറ്റി വെച്ചിരിക്കുന്നത് അതൊന്നും പറയണം. പിന്നെ സംവാദം ഞാനാണ് ആദ്യം വെല്ലുവിളി വെച്ചത്. ഞാൻ എന്താണ് പറഞ്ഞത്, 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത മുഖ്യമന്ത്രി ഈ 10 കൊല്ലം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം, നട്ടലുണ്ടാവണം. അത് മുഖ്യമന്ത്രി പറയട്ടെ. ശിവൻകുട്ടീൻ്റെ ഒപ്പം സംവാദം ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം 29-ാം തീയതി ഒരു ഡേറ്റ് എന്തിനു തീരുമാനിച്ചു? പ്രധാനമന്ത്രി വരുന്നുണ്ട്, ആ ദിവസം നോക്കിയിട്ടാണ് അദ്ദേഹം ഡേറ്റ് വെക്കുന്നത്. പക്ഷെ ഞാൻ ആ വിവാദത്തിൽ പോകാൻ താല്പര്യമില്ല. ഞാൻ സംവാദത്തിന് തയ്യാറാണ്. നോ ഇഷ്യൂ. ഞാൻ പറയട്ടെ, ഞാൻ ആ വിവാദത്തിൽ പോകാൻ എനിക്കൊരു താല്പര്യമില്ല. അവർ പറയട്ടെ. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. അല്ല, അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചോളാം. നിങ്ങളുടെ ഒരു ഇന്റർവെൻഷൻ്റെ ആവശ്യമില്ല. ഞാൻ അല്ല, സംവാദം ഞാനല്ലേ തുടങ്ങിയത്, ആ ചർച്ച തുടങ്ങിയത് ഞാനല്ലേ. അപ്പോൾ അതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ശിവൻകുട്ടി മാത്രം വന്നാൽ പോരാ, ഇവിടെ മുഖ്യമന്ത്രിക്കും ധൈര്യം ഉണ്ടാവണം സംവാദം ചെയ്യാൻ. അവർ തീരുമാനിക്കട്ടെ, സി പി എം തീരുമാനിക്കട്ടെ ആരെല്ലാമാണ് സംവാദത്തിന് വരാൻ പോകുന്നത്. ഞങ്ങളും തീരുമാനിക്കാം, കോൺഗ്രസും തീരുമാനിക്കട്ടെ. ഇതൊരു 3 വേ സംവാദം നടക്കണം. ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, എത്രയോ മാസം മുമ്പ് പറഞ്ഞ കാര്യമല്ലേ. സംവാദം നടക്കണം. ജനങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യണം. നാടിൻ്റെ ഭാവി, നാടിൻ്റെ വളർച്ച, ഇതുവരെ കിട്ടിയ അവസരം കിട്ടിയ CPM കോൺഗ്രസ് എന്ത് ചെയ്തു, ഇതിൻ്റെ എല്ലാം സംവാദം നടക്കണം. പക്ഷെ ഒരു ഗിമ്മിക്കായിട്ടല്ല, മാധ്യമ സുഹൃത്ത് വഴി ഒരു ഗിമ്മിക്കായിട്ട് അത് ചെയ്യാൻ പാടില്ല. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. നാടിൻ്റെ ഭാവിയും ഇതുവരെ കിട്ടിയ അവസരങ്ങൾ അതെടുത്തിട്ട് എന്ത് ചെയ്തു, ഇത് ഒരു സംവാദം നടക്കണം, ചർച്ച നടക്കണം. പക്ഷെ നിങ്ങൾക്കൊരു ക്ലിക്ക് ബേറ്റും ഹെഡ്ലൈൻ കൊടുക്കാനല്ല അത് സംവാദം. ജനങ്ങളുടെ മുമ്പിൽ നടക്കണം അത്, ഈ സംവാദം. അതാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ചോളൂ. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്തോളൂ. ഞാനാണ് ഇന്നാണോ പറയേണ്ടത്? അല്ല, ഞാനത് ശിവൻകുട്ടിയോട് വിളിച്ചിട്ട് മുഖ്യമന്ത്രിയോട് വിളിച്ചിട്ട് ഞാൻ തീരുമാനിച്ചോളാം. എന്നിട്ട് നിങ്ങളോട് പറയാം പോരെ. നിങ്ങളോട് പറയാം, അതുപോലെ. വളരെ നമസ്കാരം. നോക്കൂ, അതല്ല ഞാൻ പറഞ്ഞ ആ ഡീലിനെ കുറിച്ച് നിങ്ങളെല്ലാവരും മറന്നോ? ഇന്നലെ എന്താ നടന്നത്? ഈ ഡീല് എന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് പാർട്ടി മഞ്ചേശ്വരത്ത് എന്താ നടന്നത്? നുണ പ്രചരിപ്പിച്ച് പാലക്കാടിൽ ഡീൽ നടന്നു, ഈ മറ്റേ സ്ഥലത്ത് ഡീൽ നടന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഒന്ന് കൃത്യമായി പറയണം, മഞ്ചേശ്വരത്തിൽ SDPIൻ്റെ ഒപ്പം ആരാണ് ഡീൽ ചെയ്തത്? പറയണം. അപ്പൊ നിങ്ങൾ അവരെ പോയി ചോദിക്കണം. അതിന്റെ ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇവിടെ വന്ന് പാലക്കാട് ഡീലിനെ കുറിച്ച് ചോദിച്ചല്ലോ, അതുപോലെ തന്നെ അവിടെ പോയി ചോദിക്കൂ. 100% കോൺഗ്രസ് പാർട്ടി അവരുടെ ഡീല് CPMൻ്റെ ഒപ്പമാണ്, അവരുടെ ഡീൽ SDPIൻ്റെ ഒപ്പമാണ്, അവരുടെ ഡീൽ ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പമാണ്. അതിന്ന് ശ്രദ്ധ തിരിക്കാൻ, വികസനത്തിൻ്റെ ചർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കോൺഗ്രസ് പാർട്ടി. ഇത് ഇന്ന് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തിൽ അവരുടെ പൊളിറ്റിക്കൽ തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു നുണ പറഞ്ഞ്, ഒരു നാണമില്ലാത്തൊരു നുണ പറഞ്ഞ് ശ്രദ്ധ തിരിക്കാൻ. അത് തെലങ്കാനയിൽ നടത്തിയിട്ടുണ്ട്, ഹരിയാനയിൽ അവർ ശ്രമിച്ചു, ബീഹാറിൽ ശ്രമിച്ചു, കർണാടകയിൽ ശ്രമിച്ചു, ചില സ്ഥലത്ത് അത് നടന്നു. ഇവിടെ നടക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് ഉന്നയിക്കുന്ന ഡീല്
ഭൂരിപക്ഷവും ഒരു സൗകര്യമായി കാണുന്നുണ്ടോ? ഭരണവിരുദ്ധ വികാരമടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് അല്ല, ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ് പ്രചരണം ചെയ്യുന്നത് എന്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ. അവർ സ്റ്റക്കായി പോകുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് ആ മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ നടക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻറ്റി ഇൻകമൻസി വോട്ട് അവർക്ക് കിട്ടുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുമ്പിൽ എന്താണ് ഒരു ഓപ്ഷൻ? എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കയറ്റി വെക്കുക. എന്താണ് കയറ്റി വെക്കേണ്ടത്? CPM-ഉം BJP-യും തമ്മിലൊരു അന്തർധാരണ ഉണ്ട് അവർ കയറ്റി വെക്കുന്നു. അതിൻ്റെ ശ്രമം അവർ നടത്തുന്നു. അതിനെ പൊളിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നു. ആര് പറഞ്ഞു? ശിവൻകുട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും മാനസികാവസ്ഥയെക്കുറിച്ച് എനിക്ക് പറയാനൊരു താല്പര്യമില്ല. ഞാനിപ്പോൾ MSK നഗറിന് വരികയാണ്. ശിവൻകുട്ടി അവിടെ കുറേ ഫ്ലെക്സ് കൊട്ടി വെച്ചിട്ടുണ്ട്. 30 ലക്ഷം അനുവദിച്ചു, 1 കോടി അനുവദിച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചോദിക്കൂ.